തെസ്സലോനിക്കയുടെ ചില ഭാഗത്താണ് നാം ഇപ്പോൾ ഈ കാണുന്നത്. തെസ്സലോനിക്കയുടെ ചില ഭാഗങ്ങൾ, അതിനു മുമ്പിൽ ആ പോർട്ട്, പൗലോസിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു പോർട്ടാണ്. ഇന്നും ആ പോർട്ട് ആ നിലയിൽ നിലനിൽക്കുന്നു. എന്നാൽ അന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് മനോഹരമായി പണി കഴിക്കപ്പെട്ട ഒരു വലിയ തെസ്സലോനിക്കയിലെ പോർട്ടാണ് അതിനു മുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കപ്പലുകളൊക്കെ അടുത്ത് ആ നിലയിൽ വ്യാപാരം ചെയ്യുന്ന ഒരു മനോഹരമായ പോർട്ടാണ്. മുൻപിൽ കാണുന്നത് വൈറ്റ് ടവർ എന്ന് അറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണ്, ഒരു കോട്ടയാണ്. അത് വൈസൈൻറ്റിൻ്റെ കാലത്ത് നിർമ്മിച്ച് പിന്നീട് പുതുക്കി പണിത് അവരുടെ മ്യൂസിയവും മറ്റുമായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ഒരു മനോഹരമായ ഒരു ടവറാണ് മുൻപിലായിട്ട് നമുക്ക് കാണുന്നത്. അലക്സാണ്ടർ പിതാവായ ഫിലിപ്പിൻ്റെ ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ ബെരോവയിൽ, പൗലോസ് ബെരോവയിൽ ചെന്ന്, ബെരോവക്കാരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നുണ്ടല്ലോ. ആ നിലയിൽ ബെരോവയിലെ സഭയിലാണ്, അല്ലെങ്കിൽ ബെരോവയിലെ സഭ നിന്നിരുന്ന സ്ഥലത്താണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ പൗലോസ് വന്ന് പ്രസംഗിച്ച ആ സ്റ്റെപ്പും കാര്യങ്ങളും അങ്ങനെ അവരിവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഒരു ചെറിയ പ്രദേശം, ആ സ്ഥലം ആ നിലയിൽ ചുറ്റുപാടും വേലി കെട്ടി ആ നിലയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് അതിരിക്കുന്നു. അവിടെ കയറി നമുക്ക് അത് കാണുവാൻ കഴിയുന്നു. പൗലോസിൻ്റെ ഒരു വലിയ പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഗൈഡ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. Act 17 in Berea. As soon it was night, the believers sent Paul and Silas away to Berea. On arriving there, they went to the Jewish synagogue. Now, ഒരു ചെറിയ ടൗണാണ് ഈ ബെരോവ എന്ന് പറയുന്നത്. ചുറ്റുപാടുമുള്ള സാധാരണയായിട്ടുള്ള താമസക്കാരാണ് അതിന് ചുറ്റും ഉള്ളത്. എന്നാൽ അവിടെ ഉള്ളത്, നമ്മൾ ഈ കാണുന്ന പ്രദേശത്തുള്ളത് പൗലോസിനുണ്ടായ മക്കദോന്യ ദർശനവും അവിടെ കടന്നു വന്നതും അവരോട് സുവിശേഷം പറഞ്ഞതുമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ അവർ പിക്ചറൈസ് ചെയ്തിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെയാണ് നമുക്കവിടെ കാണുന്നത്. വ്യക്തമായിട്ട് അവരോട് സുവിശേഷം പറയുകയും അവിടെ ഉണ്ടായിരുന്ന സഭ സ്ഥാപിതമായി തീരുകയൊക്കെ ചെയ്ത ചരിത്രം നാം വായിക്കുന്നുണ്ട്. പൗലോസ് ഇരുന്ന് ബെരോവക്കാരോട് സംസാരിച്ച സ്റ്റെപ്പാണ് അതെന്നാണ് ആ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളായിരുന്നു. ഫിലിപ്പിയ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോൾ തെസ്സലോനിക്ക, അതുപോലെ തന്നെ ബെരോവ, ഈ പ്രദേശങ്ങളെല്ലാം പൗലോസ് വളരെയധികം അധ്വാനിക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലമായിട്ട് നമുക്ക് അത് കാണുവാൻ കഴിയും. അതിനുശേഷം ബെരോവയിൽ തന്നെയുള്ള ഒരു യഹൂദ സിനഗോഗ്, കാണുന്ന ഒരു യഹൂദ സിനഗോഗാണ്. യഹൂദ സിനഗോഗ് ഞങ്ങളൊന്ന് കണ്ട് അവിടെ അല്പസമയം ചെലവഴിച്ചു. അതിനുള്ളിൽ കയറുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും അവർ അനുവദിച്ചില്ല. വെളിയിൽ നിന്ന് ആ സിനഗോഗ് ഒന്ന് ദർശിച്ച് കണ്ടിട്ട് ഞങ്ങൾ മടങ്ങിപ്പോരുവാനിടയായി. വന്ന വഴിക്ക് ഞങ്ങൾ അവിടെയുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളെ കാണുവാനും അങ്ങനെ ഒരു സഭയ്ക്കുള്ളിൽ കടക്കുവാൻ ഇടവരുത്തി. അന്നൊരു അവരുടെ സൺഡേ ദിവസമായിരുന്നു. അവർ തന്നെ ആരാധനയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളവിടെ ചെന്നത്. ഞങ്ങൾക്ക് അവരോട് പാടുവാൻ കഴിഞ്ഞു. അത് നമുക്ക് ശ്രദ്ധിക്കാം. അവരുടെ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടി തന്നു. അവർ ചില കോറസുകളൊക്കെ പാടി. അതിനുശേഷം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. Father, we thank you and praise you for this wonderful time that you allowed us to come together. As a God, your own children, we thank you for giving us this freedom. വളരെ മനോഹരമായ ചില നിമിഷങ്ങളും ആ നിലയിലുള്ള സമയവുമാണ് ഞങ്ങൾക്ക് ബെരോവയിലും തെസ്സലോനിക്കയിലും ചെലവിടുവാൻ ഇടവരുത്തിയത്. എല്ലാ നിലയിലും ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടവന്നു. ദൈവനാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു.